കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന കടുത്ത അവഗണനയും വിവേചനവും വിഷയമാക്കിക്കൊണ്ട് കേരളം നടത്തിയ സമരത്തിന്റെ ദൃശ്യമാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതിൽ കേരളത്തിലെ സർക്കാരിന്റെ പ്രതിനിധികൾ മാത്രമല്ല, ഡൽഹിയിലെയും പഞ്ചാബിലെയും മുഖ്യമന്ത്രിമാർ കൂടി വന്ന് പങ്കാളികളായി. കേവലം ഇത് സൗത്തിന്റെ സമരം മാത്രമല്ലെന്നും സർക്കാർ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് പ്രത്യേകമായ വിവേചനം കാണിക്കുന്നുണ്ട് എന്ന് എടുത്തു പറയാൻ കശ്മീരിൽ നിന്ന് ഫറൂഖ് അബ്ദുള്ള വന്നു, ഡൽഹിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ വന്നു, പഞ്ചാബിൽ നിന്ന് ഭഗവത് മാൻ വന്നു, സ്റ്റാലിന്റെ മെസ്സേജ് വന്നു, അദ്ദേഹത്തിന്റെ മന്ത്രി പളനിവേൽ ത്യാഗരാജനെ ആ സമരവേദിയിൽ കണ്ടു, മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നു. അപ്പോൾ ഈ സമരം ഫെഡറലിസം എന്ന ആശയത്തിന് മേൽ കത്തിവെക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരായ രാഷ്ട്രീയ സന്ദേശം നൽകുന്നതിൽ എന്തുമാത്രം അർത്ഥവത്തായി എന്ന വിഷയം സംസാരിക്കുകയാണ് നമ്മൾ സ്പെഷ്യൽ എഡിഷനിൽ ഇന്ന് രാത്രി. എന്നോടൊപ്പം ഈ ചർച്ചയിൽ BJP നേതാവ് അഡ്വക്കേറ്റ് പ്രിൻറ്റു മഹാദേവ്, M പ്രകാശൻ മാസ്റ്റർ CPIM-ൽ നിന്ന്, അഡ്വക്കേറ്റ് അനിൽ ബോസ് കോൺഗ്രസ് നേതാവ്, ജോസ് സെബാസ്റ്റ്യൻ സാമ്പത്തിക വിദഗ്ധൻ എന്നിവരാണ്. ആദ്യം പ്രിൻറ്റു, നോക്കൂ, ഇത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എന്തോ പ്രത്യേക താല്പര്യമെന്നാണല്ലോ ആദ്യം ഇതിനെ ആക്ഷേപിച്ചത്. മോദി പോലും നോർത്തിനെയും സൗത്തിനെയും തമ്മിൽ വിഭജിക്കാൻ സൗത്ത് പ്രത്യേക ശ്രമം നടത്തുന്നു, സൗത്തിലെ രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചത് ഒരു ദിവസം മുൻപാണ്. ഇപ്പൊ നോക്കൂ, ഇത് സൗത്തിന്റെ മാത്രം പ്രശ്നമല്ല, നോർത്തിലെ അടക്കം മുഖ്യമന്ത്രിമാർ വരുന്നു, കശ്മീരിലെ മുൻ മുഖ്യമന്ത്രി വരുന്നു. അങ്ങനെ ഈ കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനം എന്നത് പിണറായി വിജയന്റെ മാത്രം ഒരു പരാതിയല്ല എന്ന് ബോധ്യപ്പെട്ട ദിവസമല്ലേ ഇത്? അതെങ്ങനെ സംഭവിക്കുന്നു പ്രിൻറ്റു? അങ്ങനെ ഒരു ഫീൽ ഇത്രയധികം സംസ്ഥാനങ്ങൾക്കുണ്ടാവുന്നത് ആരുടെ പരാജയമാണ്? നിഷാദ് സാർ, നമുക്ക് അതിനെ ഒരു ഫെഡറലിസത്തിന് നേരെയുള്ള, നേരത്തെ പറഞ്ഞ പോലെ മോഡി സർക്കാരിൻ്റെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളും കാരണം ഒത്തൊരുമിച്ച ഒരു പറ്റം ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോ മുഖ്യമന്ത്രിമാരോ ആയിട്ട് അതിനെ കാണാൻ സാധിക്കില്ല. അതിൽ ഒന്നാമത്തെ കാരണം രണ്ട് അഴിമതിക്കാരായിട്ടുള്ള മുഖ്യമന്ത്രിമാർ. അതിലൊന്ന് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നിഷാദ് സാറിന് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും, അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ. മദ്യനയവുമായി ബന്ധപ്പെട്ട് ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ ഒരു മുഖ്യമന്ത്രിയായിട്ടുള്ള കെജ്രിവാൾ. രണ്ടാമത് കേരളത്തിലെ പിണറായി വിജയൻ. മൂന്നാമത്തത് കൃത്യമായ ധനകാര്യ മാനേജ്മെൻറ്റും കെടുകാര്യസ്ഥതയും കാരണം ഭരിക്കാനാവാത്ത ഭഗവത് മാൻ എന്ന് പറയുന്ന പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി. കേരളവും പഞ്ചാബുമാണ് സാർ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കടബാധ്യതയുള്ള രണ്ട് സംസ്ഥാനങ്ങൾ. സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തിനെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളെന്ന രീതിയിൽ സ്വാഭാവികമായി കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളെന്ന രീതിയിൽ ഭഗവത് മാനും പിണറായി വിജയനും പങ്കെടുക്കുന്നു. പിന്നെ രാഷ്ട്രീയത്തിൽ അപ്രസക്തിയായിട്ടുള്ള ഫറൂഖ് അബ്ദുള്ളയെ പോലെയുള്ള ആളുകൾ. സ്റ്റാലിൻ നേരിട്ട് പങ്കെടുത്തില്ലല്ലോ. പിണറായി വിജയന്റെ അടുപ്പവും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പ്രബലനായിട്ടുള്ള സ്റ്റാലിൻ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രി അയച്ചു. സ്റ്റാലിൻ സന്ദേശം കൊടുത്തു. ഓക്കെ, സ്റ്റാലിൻ്റെ ഐക്യദാർഢ്യം ഉണ്ടെന്ന് വെക്കാം. അപ്പോൾ അതിനകത്ത് ഒരു ആഗോള തലത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഒരു ഫെഡറലിസത്തിനെതിരെ നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള ഒരു ആഞ്ഞടിക്കലോ അല്ലെങ്കിൽ അതിനുള്ള പ്രതിഷേധമായിട്ട് അതിനെ കാണാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ, പഞ്ചാബ്, കേരളം, നമ്മളുടെ ഡൽഹി, ഈ സംസ്ഥാനങ്ങളെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ഇടപെടുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്, അഴിമതിയിൽ ഇടപെടുന്നുണ്ട്, ധനകാര്യ മാനേജ്മെന്റിലെ കെടുകാര്യസ്ഥതയിൽ ഇടപെടുന്നുണ്ട്. സത്യത്തിൽ ഇതൊരു അരാജകത്വ സംഘത്തിന്റെ കൂട്ടായ്മയായിട്ടാണ് എനിക്ക് കാണുന്നത്. ഈ രാജ്യം വികസനത്തിലേക്ക് നയിക്കുന്ന സമയത്ത് രാജ്യത്തിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു വർഷം കപട രാഷ്ട്രീയക്കാരുടെ കൂട്ടായ്മയായിട്ടാണ് എനിക്കതിനെ കാണാൻ സാധിക്കുകയുള്ളൂ സാർ. ശരി, ഈ സമരം എന്ന് പറയുന്നത് എന്തുമാത്രം അർത്ഥവത്തായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വിജയിച്ചോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. അവർ വിജയിക്കണമെങ്കിൽ ആ സമരത്തിൻ്റെ ലക്ഷ്യങ്ങൾ കാണണം. പക്ഷേ ഈ സമരം കേവലമായ ഒരു പിണറായി വിജയൻ ടീമിൻ്റെ സമരമല്ല എന്ന് ബോധ്യപ്പെടുത്തിയില്ലേ ഇന്നത്തെ ദിവസം അഡ്വക്കേറ്റ് അനിൽ ബോസ്? നോക്കൂ, സ്റ്റാലിൻ വരുന്നു. നിങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക്, താങ്കൾ കൂടി പങ്കാളിയായ ഭാരത് ജോഡോ യാത്രയ്ക്ക് കൊടിയെടുത്ത് കൊടുത്ത സ്റ്റാലിൻ ഇതിനെ പിന്തുണച്ചുകൊണ്ട് മന്ത്രിയെ അയക്കുന്നു, അദ്ദേഹത്തിൻ്റെ വീഡിയോ സന്ദേശം നൽകുന്നു. അരവിന്ദ് കെജ്രിവാൾ, ഭഗവത് മാൻ, ഫറൂഖ് അബ്ദുള്ള. അപ്പോൾ ഇത് ഒരു സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യാജ നരേറ്റീവിൻ്റെ ഭാഗമായിട്ടുള്ള സമരമാണെങ്കിൽ ഇവരൊക്കെ എങ്ങനെ വന്നു കൂടും? അതിലൊരു ശ്രദ്ധേയമായ അസാന്നിധ്യം നിങ്ങളുടേതായിരുന്നു അങ്ങനെയെങ്കിൽ അനിൽ ബോസ്. താങ്കൾ പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ
ആ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ അത് സാമ്പത്തിക കാര്യത്തിലായാലും ഫെഡറൽ സിസ്റ്റത്തിലായാലും മറ്റു തര കാര്യങ്ങളിലായാലും ഏറ്റവും വലിയ തൊഴിലില്ലായ്മ അടക്കം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം അടക്കം ജനങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയാണ് ഈ പറയുന്ന നമ്മുടെ DMKയുടെ നേതാവ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ദേശീയ പതാക കൈമാറിക്കൊണ്ട് ഒരു വലിയ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. രാഹുൽ ഗാന്ധി ഈ യാത്ര 4080 കിലോമീറ്റർ നടന്നു, 5 മാസക്കാലം 180 ദിവസം, പലവട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാനത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ആ സമരത്തിൽ ഞങ്ങളുടെ പാർട്ടി അല്ലാത്ത ഇന്നത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള CPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി D രാജ പങ്കെടുത്തു. ഇന്നത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായ NCPയുടെ നേതാവ് സുപ്രിയ സുലെ പങ്കെടുത്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിൽ 11 രാഷ്ട്രീയ പാർട്ടികളുണ്ടായി. ഇന്ത്യയിലെ പ്രതിപക്ഷ പോരാട്ടത്തിന് നാന്ദി കുറിച്ച ഏറ്റവും വലിയ യാത്രയായിരുന്നു ഭാരത് ജോഡോ യാത്ര. അതിനുശേഷമുള്ള മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഒരു സഖ്യം രൂപപ്പെട്ടു. ആ സഖ്യത്തിനൊരു ഉന്നതാധികാര സമിതി 13 അംഗ സമിതി രൂപീകരിച്ചു. ആ രൂപീകരിച്ചപ്പോൾ എന്തേ CPM പങ്കെടുത്തില്ല? രാജ്യത്തെ ഭരണകൂടത്തിനെതിരായ കൃത്യമായ നിലപാട് ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പോരാട്ടത്തിന് ഞങ്ങളുടെ പാർട്ടിയല്ലാത്ത ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായ പാർട്ടികളടക്കം പിന്തുണ പ്രഖ്യാപിച്ച ആ വേദി പങ്കിട്ടപ്പോൾ എന്തുകൊണ്ടൊരു വാക്ക് പോലും ഒരു ആശംസ നേരാൻ എന്തുകൊണ്ട് പിണറായി വിജയൻ തയ്യാറായില്ല? അല്ല, അത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി, അത് നിങ്ങളുടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സംഘടിപ്പിച്ച പരിപാടിയാണ്. ഇത് CPMന്റെ പരിപാടി അല്ലല്ലോ, ഇത് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയാണ്. സംസ്ഥാന മന്ത്രി, സംസ്ഥാന മുഖ്യമന്ത്രി എന്ന കപ്പാസിറ്റിയിലാണ് മറ്റുള്ള ആളുകൾ പങ്കെടുത്തിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ലേബലിലല്ല അരവിന്ദ് കെജ്രിവാൾ വന്നത്, ഭഗവത് മാൻ വന്നത് ആം ആദ്മി പാർട്ടിക്കാരൻ എന്ന നിലക്കല്ല. അവർ മുഖ്യമന്ത്രിമാർ, സർക്കാരുകളോട് കാണിക്കുന്ന വിവേചനം രണ്ടിൻ്റെയും പ്രതലം വേറെയാണ്. അത് നിങ്ങൾ ആസൂത്രണം ചെയ്ത, നിങ്ങളുടെ നേതാവ് ലീഡ് ചെയ്യുന്ന, നിങ്ങളുടെ പാർട്ടി കമ്മിറ്റികൾ സ്വീകരണം ഒരുക്കുന്ന നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് ആയിരുന്നു ഭാരത് ജോഡോ യാത്ര. അതിന് വലിയൊരു ക്യാൻവാസ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുമെങ്കിലും നിങ്ങളുടെ പാർട്ടി പരിപാടിയായിരുന്നു അത്. അതുപോലെയാണോ ഇത്? ഞങ്ങളുടെ മുന്നണിയിലെ ഘടകകക്ഷിയാണോ CPI? ഞങ്ങളുടെ മുന്നണിയിലെ ഘടകകക്ഷിയാണോ NCP? നിങ്ങൾ പറഞ്ഞതാ നിങ്ങൾ എനിക്ക് വന്നവരുണ്ടാകുന്നേ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു പൊതു രാഷ്ട്രീയം ഇന്ത്യയിൽ, ഞാൻ പറയട്ടെ നിങ്ങൾ വാശി കാണിക്കാതെ ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ ഒരു പൊതു രാഷ്ട്രീയം BJPയുടെ ഗവൺമെൻറ്റിനെതിരായിട്ട് വളരെ കൃത്യമായി ഉയർന്നു വരുമ്പോൾ അതിൽ മുഖം തിരിച്ച് നിന്നുകൊണ്ടാണ് 1ഉം 2ഉം LDF ഗവൺമെൻറ്റും അതിൻ്റെ മുഖ്യമന്ത്രി പോയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ പറ, വളരെ കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാരിനെതിരെ പരസ്യമായി മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള എന്നാ? ഇപ്പോൾ നാളെ ഈ നിലവിലുള്ള ലോക്സഭയുടെ കാലാവധി തീരുന്ന നിലയിൽ ഒരു പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുകയാണ്. ഇന്നേക്ക് 10 ദിവസം കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്. ഇത്രയും നാൾ എവിടെ ആയിരുന്നു? ഏത് ഉഗാണ്ടയിൽ പോയിരിക്കുകയായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും കേരളത്തിലെ പൊതു താല്പര്യമാണ് സംരക്ഷിക്കേണ്ടതെങ്കിൽ ആ പൊതു താല്പര്യം മുൻനിർത്തി എന്തുകൊണ്ട് ഇതിനു മുമ്പ് സമരം ചെയ്തില്ല? ഈ ചോദ്യം നിങ്ങളുടെ പാർട്ടിയല്ലേ ചോദിക്കുന്നുള്ളൂ. ഈ ചോദ്യം സ്റ്റാലിൻ ചോദിക്കുന്നില്ലല്ലോ. ഈ ചോദ്യം സ്റ്റാലിൻ ചോദിക്കുന്നില്ല, ആം ആദ്മി പാർട്ടി ചോദിക്കുന്നില്ല, ഫറൂഖ് അബ്ദുള്ള ചോദിക്കുന്നില്ല. എൻ്റെ ചോദ്യം ചോദിച്ച് തീർന്നില്ല, അതിനുശേഷം താങ്കൾ ഇടപെടൂ. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് ചെയ്തില്ല? 14ാം ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് മാറിയിട്ട് കാലം എത്രയായി? 2.5 എന്ന് പറയുന്ന നികുതി വിഹിതത്തിൽ നിന്ന് 1.92 മാറിയിട്ട് എത്ര കാലമായി? ഇന്നലെ രാവിലെയാണോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയാണോ ഈ 14ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ലേക്കുള്ള മാറ്റം ഉണ്ടായത്? ഒന്ന് പറഞ്ഞാൽ നിങ്ങളെനിക്ക്. അപ്പോൾ ഒരു ഉയർത്തുന്ന വിഷയങ്ങളോട് നീതി ഉണ്ടെങ്കിൽ ചെയ്യേണ്ട സമരം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. പിന്നെ എന്തുകൊണ്ട് DMK എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെയും CPM എല്ലാം കൂടി ഉള്ള മുന്നണിയുടെ ഗവൺമെൻറ്റാണ് തമിഴ്നാട്ടിൽ. DMK എന്തുകൊണ്ട് പങ്കെടുത്തു, അല്ലെങ്കിൽ ആം ആദ്മി എന്തുകൊണ്ട് പങ്കെടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ പോരാട്ടം നടക്കുകയാണ്. ആ പോരാട്ടം നടക്കുമ്പോൾ ആ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ മറ്റ് ഗവൺമെൻറ്റുകളുടെ പ്രതിനിധികൾ ഒരുപക്ഷെ പിന്തുണ കൊടുക്കും. അതിന് നമ്മളെന്തിനാ മോശമായി കാണുന്നത്? ഞാൻ അതിന് ആം ആദ്മി പാർട്ടി പങ്കെടുത്തത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ DMK പങ്കെടുത്തത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഗവൺമെൻറ് സമരം ചെയ്യരുതെന്നോ, സമ്മേളനമാണോ എന്നുള്ളത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസ് പാർട്ടി പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞ ഏക കാര്യം, ഒരു പാർലമെൻറ്റ് തീരാൻ പോകുന്ന സന്ദർഭത്തിലായിരുന്നില്ല സമരം ചെയ്യേണ്ടത്.
പിന്നെ നിങ്ങളുടെ എന്തുകൊണ്ട് യോജിപ്പ് ഞങ്ങൾ അവിടെ ഈ മാത്രമാണ് CPM അനിൽ ബോസ്. പാർലമെന്റ് സമരത്തിൽ തീരാൻ പോകുന്ന പങ്കെടുക്കണം, സമയത്ത് അല്ലെങ്കിൽ സമരം CPM ചെയ്താൽ ഗുണം നടത്തുന്ന ഉണ്ടാവില്ല, ഒരു ഗവൺമെന്റ് ഗുണം ഉണ്ടാവില്ല എന്നതുകൊണ്ടാണോ നിങ്ങൾ അതിനെ പിന്തുണയ്ക്കാത്തത്? അതിന്റെ സമരത്തിന്റെ സന്ദർഭം തെറ്റിപ്പോയി, സമയം മാറിപ്പോയി എന്നതുകൊണ്ട്. പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ നിങ്ങളുടെ MP-മാര് പ്ലക്കാർഡ് പിടിച്ച് സമരം ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതിന്റെ സന്ദർഭം, അതിന്റെ സമയം, അതുണ്ടാക്കുന്ന ഗുണം അതൊക്കെ നോക്കിയിട്ടാണോ സമരം ചെയ്യുക? ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു കാര്യം പറയുന്ന ആളുകളൊന്ന് കേട്ടോട്ടെ. അത് നിങ്ങൾ വാശി വേണ്ടെന്നേ. നമ്മൾ തമ്മിൽ ദ്വന്ദ്വ യുദ്ധത്തിനൊന്നും അല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നതാണോ? നിങ്ങളെന്തിനാ ഇത്രയും ബഹളം വയ്ക്കുന്നത്? ഞാൻ പറയാം എന്തുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിൽ സഹകരിച്ചില്ല എന്ന്. കേരളത്തിൽ ധൂർത്തല്ല എന്ന് നിഷാദിന് അഭിപ്രായമുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും അഴിമതിയുടെ റഡാറിലാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? അതിന് അന്വേഷണ ഏജൻസികളുടെ റഡാറിലാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? നിങ്ങൾ പറ. അന്വേഷണ ഏജൻസിയുടെ റഡാറിൽ ഏതെല്ലാം കോൺഗ്രസ്സുകാരാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അന്വേഷണ ഏജൻസിയുടെ പുകഴ്പാട്ടൊന്നും താങ്കൾ പാടല്ലേ? ഈ കാലത്ത് അന്വേഷണ ഏജൻസി ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. നിങ്ങൾ എനിക്കറിയില്ല, അന്വേഷണ ഏജൻസികൾ പിണറായി വിജയനെ വേട്ടയാടുന്നുണ്ടോ, റഡാറിലാണോ, പിണറായി വിജയൻ പിടിക്കപ്പെടുമോ, അത് എനിക്കറിയാവുന്ന കാര്യമല്ല. എനിക്കറിയാവുന്ന കാര്യമല്ല അത്. നിങ്ങൾ ഈ പറയുന്ന, നിങ്ങൾ ആരോപിക്കുന്ന ധൂർത്തും അതിന് പറയുന്ന കാരണങ്ങളും, കേരളത്തിന്റെ ടോട്ടൽ ലോസും ടോട്ടൽ കമ്മി തുക എത്രയാണ്, ആ കമ്മി തുകയും നിങ്ങൾ പറയുന്ന ഈ പശുത്തൊഴുത്ത്, ഈ പറയുന്ന നവകേരള യാത്ര, ഇതും തമ്മിൽ ടാലിയാവുന്നതല്ല. നവകേരള സദസ്സ് മാറ്റിവെച്ചിരുന്നെങ്കിൽ തീരുന്ന പ്രതിസന്ധി അല്ല കേരളത്തിന്റെ പ്രതിസന്ധി. കാലിത്തൊഴുത്ത് പണിയാൻ മാറ്റിവെച്ച പൈസ നമ്മൾ കാലിത്തൊഴുത്ത് പണിയാതിരുന്നെങ്കിൽ കൊടുക്കാൻ കഴിയുന്നതല്ല നമ്മുടെ ക്ഷേമ പെൻഷൻ പ്രശ്നം. നിങ്ങൾ അത് പറയൂ. അതിന് അങ്ങനെ ആ നിലയ്ക്ക് വിശദീകരിക്കുമ്പോൾ അതിന് ടാലിയാക്കി വിശദീകരിക്കൂ. അല്ല, വളരെ കൃത്യമായിട്ടാണ് വിശദീകരിക്കുന്നത്. താങ്കൾ ആവേശം കാണിച്ച് ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പോലും പറയാത്ത വാശി കാണിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. താങ്കൾ ഒരു അവതാരകൻ എന്നുള്ള നിലയിൽ ഒരു പാർട്ടി പ്രതിനിധി പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള സൗമനസ്യം കാണിക്കുക. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത്, ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി നടത്തേണ്ട അന്വേഷണം, നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ട് കേന്ദ്ര ഏജൻസികൾ ആ അന്വേഷണം ശരിയായ അർത്ഥത്തിൽ നടത്തുന്നില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അഭിപ്രായം ഞങ്ങൾക്ക് പറയാൻ സ്വാതന്ത്ര്യമില്ലേ? കോൺഗ്രസ്സുകാരെക്കുറിച്ച് അന്വേഷിച്ചോളാനേ. കോൺഗ്രസ്സുകാർ താങ്കൾ പറഞ്ഞതുപോലെ റഡാറിലുള്ള കോൺഗ്രസ്സുകാരെ നിങ്ങൾ അങ്ങോട്ട് കസ്റ്റഡിയിലിട്ടോ. പക്ഷേ ഞാൻ പറയുന്ന പോയിന്റിലേക്ക് വരാൻ എന്നെ അനുവദിക്കൂ. ഞാൻ പറഞ്ഞത്, കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നികുതി പിരിച്ചെടുക്കേണ്ടത് ആരാ? സർക്കാരിൻ്റെ കുടിശ്ശികൾ പിരിച്ചെടുക്കേണ്ട ആരാ? നിങ്ങളോ ഞാനോ അല്ലല്ലോ, പ്രതിപക്ഷ നേതാവ് അല്ലല്ലോ, ആണോ? കേരള ഗവൺമെൻറ്റിന് പിരിഞ്ഞു കിട്ടാനുള്ള ഏത് ഇനത്തിലുള്ളതാണെങ്കിലും അത് കൃത്യമായ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനമുണ്ടെങ്കിൽ മാത്രമേ പിരിച്ചെടുക്കാൻ കഴിയൂ. അത് പിരിച്ചെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ കഴിവുകേട് ഗവൺമെൻറ്റിൻ്റെതാണ്. അത് ഞങ്ങൾ പറയും. അപ്പം ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാതെ മറ്റൊരാൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ അത് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുമെന്ന്. ഞങ്ങൾ ഈ ക്യാബിനറ്റിലില്ല. ആ ക്യാബിനറ്റിലില്ലാത്ത ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ് വിമർശിക്കേണ്ടി വരും. ആ ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം പരാജയപ്പെടുന്നത് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. കേന്ദ്ര സർക്കാർ തരാത്തതും അവർ ഫെഡറൽ സിസ്റ്റം തകർക്കുന്നതായ കാര്യങ്ങളുണ്ട്, അതും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ചോദിച്ചല്ലോ കളിയാക്കിക്കൊണ്ട് പ്ലക്കാർഡും പിടിച്ച് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ, പാർലമെൻറ്റിന് മുന്നിൽ പാർലമെൻറ്റ് അംഗങ്ങൾ നിന്നാൽ അതെന്താ, അവർക്കത് ചെയ്യാൻ മേലെ? അത് ചെയ്യുന്ന വല്ല കാര്യമുണ്ടോ? ചെയ്യുന്ന കാര്യമുണ്ട്. അങ്ങനെ പാർലമെൻറ്റ് അംഗങ്ങൾ പിടിച്ചു നിന്ന കാലത്തൊന്നും ആ പാർലമെൻറ്റ് അംഗങ്ങൾ ഉയർത്തിയ ആവശ്യങ്ങളോടൊപ്പം കേരള ഗവൺമെൻറ് നിന്നിട്ടില്ല. ഞാൻ ഉത്തരവാദിത്വപൂർവ്വം ആരോപിക്കുന്നു. മനസ്സിലായില്ലേ? ഈ പറയുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് UDF-ന്റെ മുഴുവൻ MP-മാരും കത്ത് കൊടുത്തപ്പോൾ കേരളത്തിലെ ധനകാര്യമന്ത്രിയോ കേരളത്തിലെ മുഖ്യമന്ത്രിയോ അന്ന് മുഖം തിരിഞ്ഞു നിന്നു, അന്ന് പറഞ്ഞില്ല. അവസാനം കേരളത്തെ സംസ്ഥാന സർക്കാരും രണ്ട് പോയിന്റുകൾ താങ്കൾ പറഞ്ഞു. ഒന്ന്, കേരളത്തിലെ MP-മാർ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ സർക്കാരിന്റെ പിന്തുണ കിട്ടിയിട്ടില്ല. രണ്ട്, ഭാരത് ജോഡോ യാത്ര പോലുള്ള വലിയൊരു പൊളിറ്റിക്കൽ ഇനീഷ്യേറ്റീവ് എടുത്തപ്പോൾ CPM-ന്റെ പിന്തുണ കിട്ടിയിട്ടില്ല. രണ്ട് കാര്യം രാഷ്ട്രീയമായി. രണ്ടാമത്തെ താങ്കൾ പറഞ്ഞൊരു കാര്യം, ഇത് സന്ദർഭം തെറ്റായ സമരമാണ്. ഈ സമരത്തിന്റെ അടിസ്ഥാന കാരണം പിണറായി വിജയന്റെ ദൂർത്താണെന്ന് ചൂണ്ടിക്കാണിച്ചു. നമ്മൾ ഒരു റൗണ്ടായി. ഞാനൊന്ന് തിരിച്ചു വരാം. ഉറപ്പായിട്ടും വരാം. CM പ്രകാശൻ 4 പോയിന്റുകൾ ചൂണ്ടിക്കാണിച്ചു. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞത്, കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ UDF-ന്റെ പാർലമെൻറ്റ് അംഗങ്ങൾ പാർലമെൻറ്റിൽ എഴുതി കൊടുത്ത ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞപ്പോൾ ഈ ഗവൺമെൻറ് കെടുകാര്യസ്ഥത അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഇവർ സമയത്ത് സമർപ്പിക്കേണ്ട കണക്കുകൾ സമർപ്പിക്കാത്തത് കൊണ്ടും വന്നിട്ടുള്ള വീഴ്ചകളും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാർ അങ്ങനെ പല കണക്കിന്റെയും ഡേറ്റയുടെയും കഥ പറയും. അടുത്ത ദിവസം UPA സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ സാമ്പത്തികമായി വലിയ കെടുതിയിലായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന ഒരു ധവളപത്രം മോദി സർക്കാർ റിലീസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ പറഞ്ഞത് വലിയ സാമ്പത്തിക അസ്ഥിരത ലോകത്ത് വിളയാടിയ കാലത്ത് ഇന്ത്യയെ പിടിച്ചു നിർത്തിയ മൻമോഹൻ സിംഗ് സർക്കാർ എന്നല്ലേ? അങ്ങനെ ആയിരുന്നില്ല എന്ന് സ്ഥാപിക്കുന്ന ഒരു കഥ
മോദി പുറത്തിറക്കാൻ പോവുകയാണ്. അപ്പോൾ കേന്ദ്രം പറയുന്ന മറുപടികൾ, പുറത്തിറക്കുന്ന പേപ്പറുകൾ, അതിനെയൊക്കെ അധികരിച്ചുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കാൻ തുനിയുന്നതെങ്കിൽ കുറേ അധികം പ്രശ്നം അതിനകത്ത് ഉണ്ടാവുമെന്ന് ഓർമ്മിപ്പിക്കണം. ഞാൻ ഒന്ന് വരാമേ. സ്വയം പ്രകാശൻ, നിങ്ങൾ ഭാരത് ജോഡോ യാത്ര പോലെയുള്ള ഒരു വലിയ ഓപ്പോസിഷൻ ഇനീഷ്യേറ്റീവിനെ പിന്തുണയ്ക്കാതിരുന്നവരാണ് സ്വയം പ്രകാശൻ. നിങ്ങൾ അതിന് പോയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് 15ാം ധനകാര്യ കമ്മീഷന്റെ ക്രൈറ്റീരിയ ഇന്നലെ മനസ്സിലായതല്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നിങ്ങൾ തൃശ്ശൂരിൽ BJP അരി വിതരണം ചെയ്യുന്ന പോലെ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 12 മണിക്കൂർ സമരം ചെയ്യാൻ പോയിരിക്കുകയാണ്. മറ്റൊന്ന്, സാമ്പത്തികമായി വലിയ പ്രയാസമുള്ള സമയത്ത്, ഏത് കാരണം കൊണ്ടും ആയിക്കോട്ടെ, സാമ്പത്തികമായ പ്രയാസമുള്ള കാലത്ത് നിങ്ങൾ പ്രയാസമുള്ളവരെ പോലെ അല്ല പെരുമാറുന്നത്, നിങ്ങൾ ദൂർത്തടിക്കുകയാണ്. ഈ കാര്യങ്ങൾക്കുള്ള മറുപടി എന്താണ്? ഇതിൽ ഇന്ന് നടന്ന സമരത്തോടെ കോൺഗ്രസ് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ജാള്യത മറക്കുന്നതിന് വേണ്ടിയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഇന്ന് കേരളം നടത്തിയിരിക്കുന്ന സമരം കേരളത്തിൻ്റെ ഒരു സമരമല്ല, അതൊരു ദേശീയ സമരമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നു. അവിടെ പങ്കെടുക്കാതിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മാത്രമാണ്. ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത്തരമൊരു സമരം പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പബ്ലിക് അക്കൗണ്ടിലുള്ള ട്രഷറി നിക്ഷേപം 12,925 കോടി, അത് കേരളത്തിൻ്റെ കടമാണ് എന്ന് ഇക്കാലത്ത് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴല്ലേ. കിഫ്ബി എടുത്തിരിക്കുന്ന കടത്തിനെ 4 ഗഡുക്കളാക്കിയിട്ട് ഇപ്രാവശ്യം അതിൻ്റെ ഒരു ഭാഗം തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴല്ലേ. 2021-22 മുതൽ കേരളത്തിൻ്റെ കടത്തിൻ്റെ എടുക്കാനുള്ള അതിൻ്റെ അളവ് അത് കുറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇപ്പോഴല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് 19,618 കോടി രൂപ അധികം കടമെടുത്തു എന്ന് പറഞ്ഞ് വെട്ടിക്കുറച്ചിരിക്കുന്നത് ഇപ്പോഴല്ലേ. കടം 1% കുറക്കണം എന്ന് പറഞ്ഞിട്ട് 7,000 കോടിയുടെ വെട്ടിക്കുറവുണ്ടായിരിക്കുന്നത് ഇപ്പോഴല്ലേ. പിന്നെ ഇപ്പോഴല്ലാതെ എപ്പോഴാണ് സമരം ചെയ്യുക? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിൻ്റെ സമരം, ഇന്നലെയാണല്ലോ കർണാടകത്തിൻ്റെ സമരം. രാജ്യത്താകെ തെരഞ്ഞെടുപ്പ് ഒരേ അവസരത്തിലല്ലേ. ഇന്നലെ കർണാടകത്തിൻ്റെ സമരം, ഇന്ന് കേരളത്തിൻ്റെ സമരം. പിന്നെ ഇതിൻ്റെ മറുപടി, അനിൽബോസിന് മറുപടി ഖാർഗെ പറഞ്ഞിട്ടുണ്ട്. ഖാർഗെ പറഞ്ഞു, കർണാടകത്തോടും കേരളത്തോടും കേന്ദ്രം കാണിക്കുന്നത് തികഞ്ഞ അവഗണനയാണ്. അത് കൃത്യമായ നിലക്ക് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. ഖാർഗെ പറഞ്ഞിട്ടുണ്ട്, ഇത് കാണിച്ചിരിക്കുന്നത് ഈ പറയുന്ന കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് ഖാർഗെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ കേരളത്തോട് യാതൊരു നിലക്കുമുള്ള അവഗണന കാണിക്കുന്നില്ല എന്നും കേരളത്തിലെ ഗവൺമെൻറ് ആകെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര ഗവൺമെൻറ് ED-യെയും അതുപോലെ തന്നെ CBI അടക്കമുള്ള അന്വേഷണ ഏജൻസികളെയും രാഷ്ട്രീയ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആക്ഷേപം കൊടുത്ത ആരാ? പ്രസിഡന്റിന് ഖാർഗെയാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന 97% കേസുകൾ ED-യുടെയും CBI-യുടെയും രാഷ്ട്രീയ പകപോക്കലിനാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളല്ല. ഖാർഗെ അടക്കിയ പ്രതി സംഘമാണ് പ്രസിഡന്റിനോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. പരാതി കൊടുത്തിരിക്കുന്ന ഇതിനകത്ത് ഖാർഗെയുണ്ടല്ലോ. പിന്നെ എങ്ങനെയാ ഇത് ഞങ്ങളെന്തും ഉണ്ടാക്കിയൊരു കാര്യമാണ് എന്ന് പറയാൻ വേണ്ടി കഴിയുക? ഇവിടെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം 15ാം കമ്മീഷൻ മാത്രമല്ല. ഇവിടെ ഈ ഫെഡറലിസത്തെ തകർക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നു. അത് വസ്തുതയല്ല എന്ന് ആർക്കാൻ വേണ്ടി പറയാൻ വേണ്ടി കഴിയുക? പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാക്കളാക്കി തന്നെ പങ്കെടുത്തുള്ള ഈ പരിപാടിക്കകത്ത് എന്താ അവർക്കത് കാണാൻ വേണ്ടി കഴിയാത്തത്? ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പയിനാണ്, അവർ സമരം പോലും അല്ലല്ലോ. പല സ്ഥലത്ത് ഇപ്പോൾ ജാഥകൾ നടക്കാറുണ്ട്, പല ജാഥകൾക്ക് പല പേരുണ്ടാവും. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ജാഥക്ക് ഭാരത് ജോഡോ യാത്ര എന്ന പേര് കൊടുത്തു, നല്ല കാര്യം. അതുകൊണ്ട് അത് ഒരു ക്യാമ്പയിൻ അല്ലേ? ആ ക്യാമ്പയിൻ പോലെയാണോ കേരളത്തിലെ ഒരു ഗവൺമെൻറ് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു സമരം? ആ സമരത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് പറഞ്ഞിരിക്കുന്ന ന്യായം എന്താ? ഈ കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കെടുകാര്യസ്ഥത ഇതിനകത്തെല്ലാം ഉണ്ട് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സാമ്പത്തികമായ കെടുകാര്യസ്ഥതയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ കേരളത്തിൻ്റെ നികുതി വരുമാനം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതല്ലേ കണക്ക്. എന്താ കേരളത്തിൻ്റെ നില? 2020-21 നമ്മുടെ കേരളത്തിലെ നികുതി വരുമാനം 47,662 കോടിയാണ്. അടുത്ത വർഷം അത് 58,341 കോടിയായി, 22.4% വർദ്ധിച്ചു. 22-23 71,962 കോടിയായി, 22.36% വർദ്ധിച്ചു. കേരളത്തിൽ എപ്പോഴെങ്കിലും ഇത്തിരി വലിയ വർധന ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച RBI പറഞ്ഞു നികുതി വരുമാന വർധനയിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് കേരളമാണ്. ഈ കേരളത്തിൽ 23,000 കോടിയാണ് കഴിഞ്ഞ കൊല്ലത്തെ അധിക വരുമാനം. എപ്പോഴെങ്കിലും അത്രയും അധിക വരുമാനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഏതു കാര്യത്തിലാണ് ധനപരമായ കാര്യങ്ങളിൽ കേരളം പിറകെ നിൽക്കുന്നത്. കേന്ദ്രത്തിന് ധനക്കമ്മി 5.9 ആണ്, കേരളത്തിനത് 3.5 ആണ്.
ഇപ്പോഴത്തെ ബജറ്റ് പറഞ്ഞിരിക്കുന്നത് അത് 3.4 ആക്കുമെന്നാണ്. ഇനി പൊതുകടത്തെ സംബന്ധിച്ച് പറയാം. കേന്ദ്ര ഗവൺമെൻറ് കടം എത്രയാ? GDP-യുടെ 66.7%. ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളുടെ GSDP-യുടെ കടം എത്രയാ? മൊത്തത്തിൽ സ്റ്റേറ്റുകളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ 55.8. കേരളത്തിലോ പൊതുകടം GSDP-യുടെ 37% മാത്രം. എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് GSDP-യുടെ താരതമ്യേന കുറഞ്ഞ പൊതുകടമുള്ള സ്റ്റേറ്റ് കേരളമാണ്. ഏതു കാര്യത്തിൽ കേരളം പുറകോട്ട് പോയി ധനകാര്യം എത്തുന്ന പറയുന്നത്? ഇവിടെ വളരെ ബോധപൂർവം കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ 10% ഉണ്ടായ സർചാർജ് 28.1% നമുക്ക് വർദ്ധിപ്പിച്ചു. അന്യായമല്ലേ? ഖാർഗെ പറയുന്നു അന്യായമാണെന്ന്, കർണാടക ഗവൺമെൻറ് പറയുന്നു അന്യായമാണെന്ന്. ഇവിടുത്തെ കോൺഗ്രസ് എന്താ അത് അന്യായമല്ലാത്തത്? ആഭ്യന്തര ഉൽപ്പാദനം കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നു, തനത് വരുമാനം വർദ്ധിച്ചിരിക്കുന്നു. തനത് വരുമാനം നിങ്ങളുടെ ഗവൺമെൻറ് കാലത്ത് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന് എത്ര ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നത് കേരളത്തിൽ UDF-ൻ്റെ ഗവൺമെൻറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷേ BJP-ക്കാർ പറയുന്ന അതേ കാര്യം ഏറ്റുപാടുന്നു കേരളത്തിലെ കോൺഗ്രസ്. ഇത്രമാത്രം അന്യായം ഉണ്ടായിട്ട് ഒരക്ഷരം ഇവിടെ പറയുന്നത് ചോദ്യം ചോദിച്ചു. MP-മാർ ചോദ്യം ചോദിക്കുകയാണ് വേണ്ടത്. MP-മാർ ഇതിനെതിരെ സമരം നടത്തേണ്ടതല്ലേ? ഈ കേരളത്തോട് ശത്രുതാപരമായിട്ടും ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റിനോട് ബജറ്റേതര കടത്തിന് കണക്കിൽപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കേരളത്തോട് പറഞ്ഞല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ വെട്ടിക്കുറവ്. ഈ കേരളത്തിലെ കടമെടുക്കാനുള്ള പരിധി അത് വെട്ടിക്കുറയ്ക്കാൻ മുന്നോട്ടേക്ക് വന്നല്ലോ ഇപ്പോഴല്ലേ. അതിനെതിരായിട്ട് ഒരക്ഷരം ഉരിയാടുന്നുണ്ടോ ഇവിടെ KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ? ഇല്ലല്ലോ. അല്ല, പ്രതിപക്ഷ നേതാവിന്റെയും KPCC-യുടെയും മുന്നേയുള്ള നിലപാട് ബജറ്റിന് പുറത്ത് നിങ്ങൾ കടമെടുക്കാൻ പോയാൽ അത് അവസാനം ലോക്കാവുന്നതാണ്. നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ട്. അല്ല, നിങ്ങൾ പറഞ്ഞു അവസാനം ആ ലോക്ക് കിട്ടി, അതല്ലേ സംഭവിച്ചത്. അതുകൊണ്ട് അവർക്ക് മുന്നേയും ആ നിലപാട് തന്നെയാണ് ഉള്ളത്. രണ്ടാമതൊരു ചോദ്യം, ഈ 15ാം ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ഉണ്ടായിട്ടുള്ള ഈ നീക്കം ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയതല്ലല്ലോ എന്നുള്ളതാണ്. അല്ലല്ല, ഇവിടെ നമ്മൾ സാധാരണ ഇതിൽ എങ്ങനെയാ ഒരു ധനകാര്യ മേഖലയെ പരിശോധിക്കുക? റവന്യൂ വരുമാനത്തിലുള്ള കുറവാണോ കൂടുതലാണോ? കൂടുതലാണ്. മൊത്തത്തിലുള്ള വരുമാനം വർധനമാണോ കുറവാണോ? വർധനമാണ്. ധനക്കമ്മി കൂടുതലാണോ കുറവാണോ? കുറവാണ്. അവർ റവന്യൂ കമ്മി കൂടുതലാണ്. 2.4 ഉള്ളൂ റവന്യൂ കമ്മി. ഏത് പാരാമീറ്റർ വെച്ചാണ് കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റ് മോശമാണ് എന്ന് പറയുന്നത്? കേന്ദ്രത്തെക്കാൾ 10 മടങ്ങ് മെച്ചമാണ് കേരളം. ഇനി കടത്തിൻ്റെ കാര്യമെടുത്താൽ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ സംസ്ഥാനമടക്കം 55.8% കടമുള്ളപ്പോൾ കേരളത്തിലെ കടം 37%. അതെങ്ങനെ മോശമാവുന്നത്? അപ്പോൾ കേരളത്തിലെ ധനമാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മികച്ചതാണ്. മികച്ച വരുമാനം, മികച്ച ധനകാര്യ മാനേജ്മെൻറ്റ്, കടം കുറയുന്നു. പക്ഷേ പ്രശ്നം എന്താ? കേരളത്തിന് കിട്ടാനുള്ള 64,000 കോടി റേഷ്യോ വെച്ചിട്ട് കടം എടുക്കാൻ പറ്റൂ. മറ്റുള്ളവർക്ക് കടം കൂടുതലുണ്ടോ എന്നിട്ടും എടുക്കാൻ പറ്റുന്നുള്ളതല്ല. ആഭ്യന്തര ഉൽപാദനത്തിന്റെ റേഷ്യോ ഉണ്ട്. ഞാനൊന്ന് വരാം. ഞാനൊന്ന് വരാം. ജോസ് സെബാസ്റ്റ്യൻ, ഇതിനകത്തൊരു മൗലികമായ സംഗതിയുണ്ട്. ജോസ് സെബാസ്റ്റ്യൻ, അതായത് കേരളം വലിയ സാമ്പത്തിക ഇറുക്കത്തിലേക്ക് പോകാൻ കാരണം ഇവിടുത്തെ ഭരണകൂടത്തിന്റെ മിസ്മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ ധൂർത്താണ്, അന്യായ ചെലവാണ് എന്ന ഒരു വാദം സജീവമായി ഉന്നയിക്കുന്നുണ്ട് BJP-യും കോൺഗ്രസും കേരളത്തിൽ. സത്യത്തിൽ കേരളം ഇറുകാനുള്ള കാരണം, കേരളം പോലെ ഒരു ഉപഭോക്തൃ സംസ്ഥാനം, കടമെടുത്ത് റൺ ചെയ്യുന്ന ഒരു സംസ്ഥാനം ഇറുകാനുള്ള കാരണം ഈ ഇപ്പോൾ ഭരിക്കുന്ന കറന്റ് ഗവൺമെന്റിന് വൃത്തിയായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണോ? ഇത് വസ്തുനിഷ്ഠമായി പരിശോധിക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ 60 വർഷത്തെ നമ്മുടെ മാറി മാറി വന്ന മുന്നണി ഭരണത്തിൻ്റെ ദോഷങ്ങളുടെ, അവർ ചെയ്ത ഈ പലതരത്തിലുള്ള ഈ മാനേജ്മെൻറ്റിലെ, ധനകാര്യ മാനേജ്മെൻറ്റിലെ പരാജയത്തിൻ്റെ അന്തിമ ഫലമാണിത്. ഇതിൽ നിന്ന് UDF-നോ LDF-നോ മാറ്റി നിൽക്കാൻ ഒക്കുകയില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് ഇവർ പറയുന്നു ധനകാര്യ മാനേജ്മെൻറ്റ് വളരെ നല്ലതായിരുന്നു, നികുതി വരുമാനം 23% വർദ്ധിച്ചു. ശരിയാണ്, കഴിഞ്ഞ 2 വർഷങ്ങളിൽ വർദ്ധിച്ചു. പക്ഷേ 2017 GST വന്നതാണ്. GST വന്നപ്പോൾ ഇത് നഷ്ടപരിഹാരം നിന്നു പോകുമെന്ന് അറിയാവുന്നതാണല്ലോ. അന്ന് നഷ്ടപരിഹാരത്തിൻ്റെ പുറകെ പോയി നികുതി ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങേയറ്റം കാര്യക്ഷമതയില്ലാത്ത ഒന്നായി മാറി, ഉദാസീനമായി. 5 വർഷം നഷ്ടപരിഹാരത്തിൻ്റെ പുറകെ പോയി. അന്ന് 14% നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന വളർച്ചയെക്കാളും 14% കുറവാണെങ്കിൽ അതാണ് പരിഹരിക്കുന്നത്. ഇന്നിപ്പോൾ 22% വളർച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ 2017 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ
ഈ ഉദാസീനത മാറ്റി ആധുനിക ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പ്രയോജനം എടുത്ത് നികുതി ചോർച്ച തടയുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്നത്തെ ഈ പ്രതിസന്ധി തന്നെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിരുന്നു. രണ്ടാമത്തെ കാര്യം, ശ്രീ പ്രകാശൻ മാസ്റ്റർ പറയാത്ത ഒരു കാര്യം ഇതാണ്. നമുക്ക് ഈ 15ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോഴത്തേന് 3.8 നിന്ന് 1.9 ആയി നമ്മുടെ ഷെയർ എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിന് 53,372 കോടി രൂപ റവന്യൂ കമ്മി ഗ്രാൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നില്ല. ഒറീസ, ബീഹാർ, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്കൊന്നും ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് ഇല്ല. കാരണം എന്താണ്? അവർക്ക് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ധനക്കമ്മി, അതായത് ഇത് ഉണ്ടാക്കാൻ അറിയത്തില്ല, റവന്യൂ കമ്മി ഉണ്ടാക്കാൻ അറിയത്തില്ല. ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ചെലവ് കൂടുക, വരുമാനം കുറയുക. അവർ ചെലവും വരുമാനവും തമ്മിലുള്ള അന്തരം കുറച്ച് നിർത്തുന്നത് കൊണ്ട് അവർക്ക് ഈ റവന്യൂ കമ്മി ഗ്രാൻറ്റ് കിട്ടുകയില്ല. നമുക്ക് റവന്യൂ കമ്മി ഗ്രാൻറ്റ് കിട്ടി. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മുടെ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഈ കടമെടുപ്പിൻ്റെ കാര്യം. തീർച്ചയായിട്ടും ഈ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു അരുതാഴിക കേരളത്തോട് കാണിച്ചു. അത് മുൻകാല പ്രാബല്യത്തോടു കൂടി കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും ഒക്കെ കടം മുൻകാല പ്രാബല്യം കൊടുത്തതാണ്. അത് ശരിയല്ല. കാരണം അന്ന് തന്നെ പറയേണ്ടിയിരുന്നു ഈ കിഫ്ബിയും അതുപോലെ തന്നെ ഈ പെൻഷൻ കമ്പനിയും ഒക്കെ കേരളത്തിൻ്റെ പൊതുകടത്തിൻ്റെ ഭാഗമാവുന്നു. അത് പറയാത്ത ഒരു അരുതാഴിക കേരളത്തോട് കാണിച്ചു എന്നതൊഴിച്ചാൽ ഈ കടമെടുപ്പിനെ സംബന്ധിച്ചുള്ള കേന്ദ്രത്തിന്റെ നിയന്ത്രണങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം ആവശ്യമാണ്. ജോസ് സെബാസ്റ്റ്യൻ, അതായത് താങ്കൾ പറയുന്നത് കഴിഞ്ഞ ഒരു 5-6 പതിറ്റാണ്ട് കാലമായിട്ട് കേരളത്തിലെ സാമ്പത്തിക മാനേജ്മെന്റിൽ ഉണ്ടായ തുടർച്ച, അതിന്റെ അവസാനത്തെ സ്വാഭാവിക പരിണതി നമ്മൾ അനുഭവിക്കുകയാണ് എന്നാണ്. പക്ഷെ അതിലൊരു കാര്യം താങ്കൾ പറഞ്ഞത്, ഇപ്പൊ കിഫ്ബി ഒരു അബദ്ധമായിരുന്നു, ആ അബദ്ധത്തിന്റെ വില കൊടുക്കുകയാണ് ഇപ്പോഴെന്നാണോ? കിഫ്ബി തീർച്ചയായിട്ടും അബദ്ധമായിരുന്നു. കാരണം ഈ കിഫ്ബിയും പെൻഷൻ കമ്പനിയും ഒന്നും തുടങ്ങേണ്ട കാര്യമില്ലായിരുന്നു. 2006 മുതലെങ്കിലും ഡോക്ടർ തോമസ് ഐസക്ക് അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കടം വാങ്ങി വികസിപ്പിക്കുമെന്നാണ്. ഒന്ന് ഓർക്കണം, 2003 ഈ ഉത്തരവാദിത്ത നിയമം കൊണ്ടുവന്ന് കടമെടുപ്പിന്മേൽ നിയന്ത്രണം വന്നില്ലായിരുന്നെങ്കിൽ ഇന്നുണ്ടാകുമായിരുന്ന കടമോർത്താൽ കിടിലം കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ 4,29,000 കോടിയാണ് ഇന്നത്തെ കടം. അത് തന്നെ ഈ ഉത്തരവാദിത്വ നിയമം ഉണ്ടായിരുന്നോടെ. ഞാൻ ചോദിക്കട്ടെ, 2006 മുതൽ കർശനമായിട്ട് ചെലവുകൾ നിയന്ത്രിച്ച് വരുമാനം വർദ്ധിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ഇത്രമാത്രം കടമുണ്ടാകുകയായിരുന്നു. ഇന്ന് 20% പലിശ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ധനകാര്യ മാനേജ്മെൻറ്റിലെ ഒരു പ്രധാനമായ പിഴവാണ് ഇന്നത്തെ ഈ ധനകാര്യ പ്രതിസന്ധി. ചെലവ് നിയന്ത്രിക്കുക എന്നത് പറയുമ്പോൾ ചെറിയ വാചകമാണ്. പക്ഷെ കേരളം പോലെ ഒരു സംസ്ഥാനം, ഒരു ഉപഭോക്തൃ സംസ്ഥാനം എങ്ങനെയൊക്കെ ചെലവ് നിയന്ത്രിക്കണമെന്ന ചോദ്യമുണ്ട്. നമ്മളിപ്പോൾ ചെലവെന്ന് പറഞ്ഞാൽ ഇവിടെ ശമ്പളവും പെൻഷനും കൊടുക്കുന്നുണ്ട്, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചിലതുണ്ട്. അതൊക്കെ നമ്മുടെ കേരളം മുന്നോട്ട് വെക്കുന്ന ഒരു ബദൽ രാഷ്ട്രീയത്തിന്റെ ഭാഗം കൂടിയാണ് എന്നത് നമ്മൾ കാണണം. അവയെല്ലാം തച്ചുടച്ചുകൊണ്ടാണോ ചെലവ് നിയന്ത്രിക്കേണ്ടതെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഒരു സെക്കൻഡ്, പ്രിന്റു മഹാദേവ്, ഇപ്പൊ നോക്കൂ, ഇവിടെ നോക്കൂ, BJP സർക്കാർ കേരളത്തോട് കാണിക്കുന്ന വിവേചനം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അവിടെ സമരത്തിന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരു സംസ്ഥാനം ഇങ്ങനെ വലിയ പ്രയാസത്തെ അനുഭവിക്കുകയാണ് എന്ന് വെച്ചാൽ, സംസ്ഥാനം ഏറ്റവും മികച്ച ഇൻഡെക്സ് കാണിക്കുന്ന സംസ്ഥാനം, ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുകളിൽ, വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ, സകലത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം മുന്നിൽ നിൽക്കുന്നു എന്ന കാരണത്താൽ ആ സംസ്ഥാനത്തിൻ്റെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന നിലയെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഫണ്ട് ഫ്ലോ കുറയുന്നു, അതിന് പ്രയാസമാകുന്നു, ശ്വാസം മുട്ടുന്നു. ആ യാഥാർത്ഥ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ഒരു കേന്ദ്ര സർക്കാരിന് ബാധ്യതയില്ല എന്നാണോ? അങ്ങനെയല്ല സാർ. ഈ കേരളത്തിൻ്റെ ഈ പറയുന്ന ശ്വാസം മുട്ടിന് കാരണമാരാണ്? നേരത്തെ നമ്മുടെ സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞല്ലോ, മാറി മാറി ഭരിച്ചിട്ടുള്ള 2 മുന്നണികൾ. അതിനകത്ത് ഇടതു മുന്നണിക്ക് കൃത്യമായിട്ട് പിണറായി വിജയന് കൃത്യമായി ഈ കേരളത്തെ ഈ കുരുക്കിലേക്ക് നയിക്കുന്നതിൽ പങ്കുണ്ട് സാർ. നോക്കൂ, ഈ UDF സർക്കാർ അധികാരത്തിൽ പോകുന്ന സമയത്ത് നമുക്കറിയാം 1,72,000 കോടിയാണെങ്കിൽ ഇന്ന് കേരളത്തിന്റെ കടം 4 ലക്ഷം കോടി രൂപയിലേക്ക് കേരളത്തിന്റെ കടം എത്തി നിൽക്കുന്നു.
ഇവിടെ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് 1,40,40,000 രൂപ കടബാധ്യതയിലേക്ക് കേരളത്തെ മാറ്റുന്നു. നോക്കൂ, മദ്യം, ലോട്ടറി, GST അല്ലാതെ എന്ത് വരുമാനമാണ് സാർ ഈ കേരളത്തിലുള്ളത്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കേന്ദ്രം ഇവർ പറയുന്ന ഒരു കണക്കുണ്ടല്ലോ, ഇപ്പൊ നേരത്തെ നിഷാദ് സാറും പറഞ്ഞല്ലോ, കേന്ദ്രം പണം തന്നില്ല, 55,000 കോടി രൂപ തരാനുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഈ 55,000 കോടി രൂപയുടെ കണക്ക് ഇവർ പറയുന്നത്? 5 വർഷമായിട്ട് നമുക്കറിയാം GSTയുമായി ബന്ധപ്പെട്ട നഷ്ടത്തിന്റെ 55,000 കോടി രൂപ കൊടുത്തു. അത് 2022 വരെ കിട്ടുമോ എന്നുള്ള കാര്യം പിണറായി വിജയനും അറിയാം, പ്രകാശ് മാഷിനും അറിയാം, നമ്മുടെ ധനമന്ത്രിക്കും അറിയാം. എന്നിട്ട് വീണ്ടും അതിൽ നിന്ന് ഞങ്ങൾക്ക് 12,000 കോടി രൂപ കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ 55,000-ൽ 12,000 കോടി രൂപ കണക്ക്. നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഇവർ നേരത്തെ പറഞ്ഞില്ല കിഫ്ബി. ഈ പ്രകാശ് മാഷ് 2 രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു, ഞാനത് പറയാം. ഒന്ന് കിഫ്ബി, മറ്റേ പെൻഷൻ ബോർഡ്. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ നിക്ഷേപം സ്വീകരിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ടോ സാർ? 2003 പാർലമെന്റിലെ ആക്ട് പ്രകാരം അതിനുള്ള കടബാധ്യത ആരേറ്റെടുക്കും? ആ കടബാധ്യത ഏറ്റെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരാണ്. അതിനെ പറയുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ ബാധ്യതയിലേക്ക് വരുന്ന സമയത്ത് അത് പറ്റില്ല എന്ന് പറയുന്നു. പോട്ടെ, ഇവർ നോക്കൂ സാർ, കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇവർ സംഭരിച്ച പണം എന്ന് പറയുന്നത് 70,000 കോടി രൂപയാണ്. നിങ്ങളൊന്ന് പരിശോധിക്കൂ, ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇവർ ചെലവഴിച്ച പണം എന്ന് പറയുന്നത് 28,000 കോടി രൂപയാണ്. ബാക്കി പണം എവിടെ? 9% പലിശ. അപ്പൊ നോക്കൂ, അതുമാത്രമല്ല, പ്രൊഡക്റ്റീവ് അല്ലാത്ത 4 സെക്ടറുകളിലേക്ക് ഇത്തരത്തിലുള്ള പണങ്ങൾ കൊടുക്കരുത് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. നോക്കി, ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, കേന്ദ്ര സർക്കാർ നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട്, വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട്, കടം മേടിക്കുന്നുണ്ട്. സാർ, കടം മേടിച്ചുകൊണ്ടാണ് നമ്മളെ NH പണിയുന്നത്. 1,22,000 കോടി രൂപ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സാർ. അതിന്റെ റിട്ടേൺ ടോൾ രൂപത്തിൽ നമുക്ക് കിട്ടും. 5 വർഷം കൊണ്ട് ആ ബാധ്യത നമ്മൾ ഇല്ലാതാക്കും. ഈ കിഫ്ബി മുഖാന്തരം, പെൻഷൻ ബോർഡ് മുഖാന്തരം ഇത്തരം കടബാധ്യതയിലേക്ക് വേണ്ടി ഇതെങ്ങനെയാണ് സാർ വീട്ടുക? ഒന്നാമത്തെ ഒരു കാര്യം, നേരത്തെ GSTPയുമായി ബന്ധപ്പെട്ട് പ്രകാശൻ മാഷ് പറഞ്ഞ് ജനങ്ങളെ തെറ്റിപ്പറ്റിയ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു GSTP നിരക്കിൽ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് വളരെ മുന്നിലാണെന്ന് അദ്ദേഹം പറഞ്ഞത്. സാർ, 39.1 നോക്കൂ, GSTPയുടെ 29.1 കൂടുതൽ കടമെടുക്കാനുള്ള അധികാരം ഇല്ല. ആ അധികാരം നൽകാതിരിക്കുന്നത് പിണറായി വിജയനും നിർമ്മല സീതാരാമനുമല്ല, റിസർവ് ബാങ്കാണ്, ധനകാര്യ കമ്മീഷനാണ്. 2003 ആക്ടാണ്. 2018 ഈ ആക്ടിനെ NK സിംഗ് എന്ന് പറയുന്ന ആൾ ഈ ആക്ടിനെ വീണ്ടും പരിഷ്കരിക്കാൻ വന്നു. അദ്ദേഹം പറഞ്ഞത് 20%-ലേക്ക് കേരളം താഴ്ത്തണമെന്നാണ് പറഞ്ഞത്. അപ്പൊ 39% GSTPയുടെ കടബാധ്യതയുള്ള ഈ കേരളത്തെ വീണ്ടും വീണ്ടും കടബാധ്യതയിലേക്ക് കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കണോ? അതൊരു ചോദ്യം. സത്യത്തിൽ കേരളത്തിലെ ഈ കടം മേടിച്ച് വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കൂ എന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. ഏത് പദ്ധതിക്കാണ് സാർ പണം തരാത്തത്? ഇവർ കണക്ക് നൽകാത്തവർ. ഇപ്പൊ NK പ്രേമചന്ദ്രൻ BJPയുടെ MP അല്ലല്ലോ, UDFന്റെ പ്രതിനിധിയല്ലേ? അദ്ദേഹം പാർലമെന്റിനകത്ത് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഏതൊക്കെ മേഖലയിലാണ്, ഏതൊക്കെ രൂപയാണ്, എത്ര രൂപയാണ് കൊടുക്കാനുള്ളത്? നിർമ്മല സീതാരാമൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്ത് ഈ വിഷയങ്ങൾ മുഴുവൻ, ഈ കേരളത്തിൽ നൽകാനുള്ള പണം എത്ര, കൊടുക്കാനുള്ള പണം എത്ര, കേരളം കണക്ക് തരാനുള്ള പണം എത്ര എന്നുള്ള കൃത്യമായിട്ട് അവതരിപ്പിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ നിർമ്മല സീതാരാമൻ തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ ഇവർ പാർലമെന്റിനകത്ത് അവകാശ ലംഘനത്തിന് ഇവർ നോട്ടീസ് കൊടുക്കണ്ടേ? കനൽ ഒരു തരി മതിയെങ്കിലും ആരിഫ് അവിടെ ഇല്ലേ? എന്ത് ചെയ്തില്ല? അപ്പൊ ഇന്നും പിണറായി വിജയന്റെ ഇന്നത്തെ ഡൽഹിയിലെ ഇന്ന് നടന്നുള്ള പരിപാടിയിലും കൃത്യമായിട്ട് എത്ര രൂപ തരാനുണ്ടെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ തരാനുള്ളതല്ല. ഈ പൊതുപ്രസംഗങ്ങളല്ലാതെ എത്ര പൈസ എങ്ങനെ തരാനുണ്ട്, എങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനം ഉന്നയിക്കുകയാണ്. നമുക്ക് അത് സംസാരിക്കേണ്ട ഒരു പോയിന്റാണ്. ശ്രീ M പ്രകാശൻ, നോക്കൂ, ഇവിടെ എപ്പോഴത്തെയും ഒരു തർക്കം, നിങ്ങൾ വ്യാജം പ്രസംഗിക്കുകയാണ്, 57,000 കോടി കിട്ടാനുണ്ടെന്നൊക്കെയുള്ളത് നിങ്ങളുടെ നുണയാണ് എന്ന് പറയുന്നു BJP പാനലിസ്റ്റ് മാത്രമല്ല, നിർമ്മല സീതാരാമൻ ഇവിടെ വന്ന് വെല്ലുവിളിച്ചു അത് ശരിയല്ല എന്ന്. പാർലമെന്റിൽ ഇത് ഉന്നയിക്കപ്പെട്ടപ്പോൾ പോലും സർക്കാർ നൽകിയ മറുപടി സംസ്ഥാനത്തെ പ്രതികൂട്ടിലാക്കുന്നതാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്യാത്തത്? ഞങ്ങൾക്ക് ഇത്ര പണം ഇന്ന കണക്ക് പ്രകാരം കിട്ടാനുണ്ട്, ഞങ്ങളുടെ പൊതുകടത്തിന് പുറത്ത് ഞങ്ങൾക്ക് കടമെടുക്കാനുള്ള ഭരണഘടനാപരമായ അവകാശമുണ്ട്, അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കിക്കും വിധത്തിൽ ഒരു ക്ലാരിറ്റി പേപ്പർ പുറത്തിറക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ഈ വിഷയത്തിൻ്റെ മേലെയാണല്ലോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതി പോകുന്നത്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പിന്നെ നിങ്ങൾ കേരളത്തെ ഇകഴ്ത്തി കാണിക്കാൻ കോൺഗ്രസിനും BJPക്കും ഒക്കെ താല്പര്യമുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഇന്ത്യ രാജ്യം ലോകത്തിലെ ആളോഹരി വരുമാനത്തിൽ 142ാമത്തെ രാജ്യമാണ്. നിഷേധിക്കട്ടെ, ഏറ്റവും ഒടുവിലത്തെ കണക്കാണല്ലോ. ഇന്ത്യയിൽ ഏറ്റവും മികച്ച പ്രതിശീർഷ വരുമാനമുള്ള സ്റ്റേറ്റാണ് കേരളം. രാജ്യത്തിലെ മൊത്തം വരുമാനത്തിൻ്റെ ഏതാണ്ട് 70% അധികമാണ് കേരളത്തിൽ. ഞങ്ങളുടെ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുന്ന കാലത്തുണ്ടായിരുന്ന നമ്മുടെ പ്രതിശീർഷ വരുമാനം ഏതാണ്ട് 80,000 രൂപ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ 2,28,000 രൂപ ഇപ്പോൾ കേരളത്തിൽ ഒരാളുടെ പ്രതിശീർഷ വരുമാനം ഒരു കൊല്ലം. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ വേറെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടി കഴിയുക?
കേരളമാകെ എന്തോ തകർന്നു പോയിരിക്കുന്നു എന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ കണക്ക് ഇന്ന് കൃത്യമായിട്ട് ബഹുമാനോട് മുഖ്യമന്ത്രി ഡൽഹി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് മനസ്സിലാക്കാനാണെങ്കിൽ ഞാൻ ആവർത്തിക്കാം. ട്രഷറി നിക്ഷേപത്തിൽ സാധാരണ അതൊരിക്കലും കടമായി പരിഗണിക്കാറില്ല. കേന്ദ്രവും വാങ്ങുന്നുണ്ടല്ലോ നിക്ഷേപം, ഡെപ്പോസിറ്റുകൾ, അതൊരിക്കലും കടമായി പരിഗണിക്കുന്നില്ലല്ലോ. ഇവിടെ 12,925 കോടി റുപ്യ കടമായി പരിഗണിച്ചിരിക്കുന്നു. 4 ഗഡുക്കളായിട്ട് കിഫ്ബിയുടെ പൈസ തിരിച്ചടക്കാൻ വേണ്ടി പറഞ്ഞത് 3,141 കോടി റുപ്യ ഇത്തവണ കുറച്ചിരിക്കുന്നു. അധികം കടമെടുത്തു എന്ന് പറഞ്ഞിട്ട് 19,618 കോടി രൂപ കുറച്ചിരിക്കുന്നു. കടമെടുക്കാനുള്ള അധികാരത്തിൽ തന്നെ 8,400 കോടി രൂപ വെട്ടിക്കുറച്ചിരിക്കുന്നു. അല്ല, അത് കേന്ദ്രം രാഷ്ട്രീയമായി ചെയ്യുന്ന ഒരു കുറുക്കു വഴിയാണ്. അല്ല എന്ന് നോക്കൂ, പ്രകാശ് മാസ്റ്റർ, ഇത് സുപ്രീം കോടതിയിൽ കേരളം പോയി, നമ്മുടെ കേസ് മെറിറ്റുള്ളതായതുകൊണ്ട് നമ്മൾ പോയി എന്നാണല്ലോ. കേന്ദ്ര സർക്കാർ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. ധനകാര്യ മാനേജ്മെന്റിലെ പിഴവ് കൊണ്ടാണ് കേരളത്തിന് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അവർ കിഫ്ബി എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കിഫ്ബി വഴി അവർ പൈസ കടമെടുക്കുകയാണ്. ആ കിഫ്ബിക്ക് സ്വന്തമായ ഒരു വരുമാന സ്രോതസ്സും ഇല്ല. എന്നിട്ട് ആ എടുക്കുന്ന പൈസ അവർ ചെലവാക്കുന്നത് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനുമാണ്. ഇത് നിയമവിരുദ്ധമാണ്. ഓൾറെഡി അവർക്ക് ഈ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം AG കോടതിയെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് സർക്കാരിന്റെ സ്റ്റാൻഡാണ്. ഇതിലെല്ലാം കൃത്യമായ മറുപടി ഞങ്ങൾ നൽകിയിട്ടുണ്ടെന്ന്. ഇതിലെന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൽ നയവ്യത്യാസമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടല്ല കടവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ളത്. പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് കടമെടുക്കുന്നത് സമ്പദ്ഘടനയെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുക, ഒരിക്കലും തകർക്കില്ല. കിഫ്ബി എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിങ്ങൾക്കുള്ള നയം അവർക്കുള്ള നയം നല്ലതല്ല. രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് സുപ്രീം കോടതി പരിഗണിക്കുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ആരാ എല്ലാ ഈ GSTയുടെ കോമൺ സെയർ സംബന്ധിച്ച് നിയമം ആരും കൊണ്ടുവന്നതാ? GST കോമൺ സെയർ സെക്കൻഡ് വേണമെന്നാണല്ലോ രാജ്യം ആവശ്യപ്പെടുന്നത്. എല്ലാ കോൺഗ്രസ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. ചിദംബരം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 14% വർധനം ഉണ്ടാക്കിയാൽ മാത്രമേ കിഫ്ബിയുടെ ഈ പറയുന്ന ഇത് നിർത്തൂ എന്നായിരുന്നില്ല തീരുമാനം. ഏത് സ്റ്റേറ്റിനാണ് 14% വർധനമുള്ളത്? കേരളത്തിന് വരുമാനം 11.4 അപ്പോൾ നിർബന്ധമായിട്ട് GST. ഇപ്പോൾ നിങ്ങൾക്ക് രാജ്യത്താകെയുള്ള വരുമാനത്തിൻ്റെ എത്ര ശതമാനം കേന്ദ്രത്തിന്? 62.7. ചെലവ് എത്രയാ? 36%. രാജ്യത്താകെയുള്ള ചെലവിൻ്റെ 66.4% സ്റ്റേറ്റാണ് ചെലവഴിക്കുന്നത്. വരുമാനം 35% അത് എങ്ങനെയാ അന്യായമല്ല എന്നൊക്കെ പറയാൻ വേണ്ടി കഴിയുക. നേരത്തെ 10% മാത്രം ഉണ്ടായിരുന്ന സെസ് ഇപ്പോൾ 28.1. എന്തിനു വേണ്ടിയാ? സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. 14 കമ്മീഷൻ 42% ഡിവിസിബിൾ പൂൾ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിയമവിരുദ്ധമായിട്ട്, ഭരണഘടനാ വിരുദ്ധമായിട്ട് അത് കുറയ്ക്കാൻ ഇടപെട്ട ആളാരാ? അത് നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ. അത് പറഞ്ഞിരിക്കുന്ന ആരാ? അദ്ദേഹത്തിന് അന്നത്തെ ജോയിന്റ് സെക്രട്ടറിയാണ് സുബ്രഹ്മണ്യം. ഇന്ന് അദ്ദേഹം ഈ പറഞ്ഞ നിതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനാണ്. ആ കാര്യം പറയുമ്പോൾ എന്താ ഈ ഗവൺമെൻറ് നിലപാട്? സംസ്ഥാനത്തിനൊന്നും കൊടുക്കാൻ പാടില്ല, സംസ്ഥാനത്തിന് കയ്യിലുള്ള അധികാരമെല്ലാം എടുക്കണം, എന്നിട്ട് കേന്ദ്രം ഇഷ്ടമുള്ളവർ കൊടുക്കും, അങ്ങനെയുള്ള തീരുമാനം. നേരത്തെ കേരളത്തിന് കിട്ടി വന്നിട്ടുള്ള മൊത്തം വരുമാനത്തിൻ്റെ 45% കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഇപ്പോഴോ 29% ഉള്ളൂ. കണക്കെടുത്ത് അറിയാൻ വേണ്ടി കഴിയല്ലോ. ഇത് അന്യായമല്ലെങ്കിൽ മറ്റെന്താ? നേരത്തെ 10 കൊല്ലക്കാലം മുമ്പ് നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് കേരളത്തിലാകെയുള്ള വരുമാനത്തിൻ്റെ 45% കേന്ദ്ര വിഹിതമാണ്. ഇപ്പോഴാവട്ടെ അത് കുറച്ച് 29% ആക്കിയിരിക്കുന്നു. നേരത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ നില എങ്ങനെയാ? കേന്ദ്ര ഗവൺമെൻറ് പണമാണ്. പിന്നീട് 75-25 ആക്കി. ഇപ്പോഴോ 50-50 കേന്ദ്രം ചെയ്യേണ്ടതായിട്ടുള്ള നമ്മുടെ സ്ഥലമെടുപ്പ്, NH സ്ഥലമെടുപ്പ് 7,500 കോടി കൊടുത്തല്ലോ കേരളം. ഇന്ത്യയിൽ ഏതൊക്കെ സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ടോ? കേരളത്തോട് മാത്രമല്ലേ അത് വാങ്ങുന്നുള്ളൂ. കേരളത്തോട് മാത്രമല്ല ഈ പറയുന്ന ഓഫ് ബജറ്റ് ആയിട്ടുള്ള കടം ഔദ്യോഗിക കടമായിട്ട് കേരളത്തോട് മാത്രമല്ലേ? അത് കേരളത്തോട് ശത്രുത അല്ലെങ്കിൽ വേറെ എന്താ? പിന്നെ സ്ഥലമേറ്റെടുപ്പിന് നമ്മൾ 25% അധികം കൊടുത്ത് നമ്മൾ അങ്ങോട്ട് ഇനീഷ്യേറ്റീവ് എടുത്താണ്. പിന്നെ കിട്ടാനുള്ള കുടിശ്ശിക അങ്ങോട്ട് പറഞ്ഞതാ. ഇത് അല്ലെ, നമ്മൾ NH സ്ഥലം എടുക്കാൻ എക്സ്ട്രാ പൈസ നമ്മൾ അങ്ങോട്ട് കൊടുത്ത് നമ്മുടെ ഇനീഷ്യേറ്റീവ് ആണ്. NHക്ക് ഇത്ര പൈസ കൊടുക്കാൻ പറ്റും, നമ്മൾ കൂടുതൽ കൊടുത്തിട്ട് സ്ഥലം ഏറ്റെടുത്തു. അത് വേറെ കാര്യം. അത് മുടങ്ങിക്കിടന്ന വലിയൊരു പ്രോജക്ട് നമ്മൾ പൈസ മുടക്കി. അല്ല, അത് കുറ്റം പറയല്ല. കേരളത്തോട് മാത്രം പിടിച്ചു വാങ്ങിക്കുന്ന ആരോപണം അറിയില്ല. കഴിഞ്ഞ 40 അതിലിത്രേ ഉള്ളൂ. കഴിഞ്ഞ 40 കൊല്ലമായിട്ട് കേരളത്തിലെ NH വികസനം നടന്നിട്ടില്ല. ഇപ്രാവശ്യം നമ്മുടെ ഗവൺമെന്റ് വന്നപ്പോൾ കേരളത്തിന് ആദരണീയ മുഖ്യമന്ത്രി തന്നെ ഡൽഹിയിൽ ചെന്ന് സംസാരിച്ച് കൂടുതൽ പൈസ ഉണ്ട്, കേരളത്തിൽ ഏറ്റെടുക്കാൻ പറ്റും, അതുകൊണ്ട് 25% ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. പൈസ കൊടുത്തു, നമ്മൾ ഭൂമി ഏറ്റെടുത്തു, NH പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യം തന്നെ, തർക്കമില്ല. കേരളത്തോട് മാത്രമായിട്ട് ക്രൈറ്റീരിയ വെച്ച് അധികം പൈസ വാങ്ങിക്കുന്നു. ഞാനത് കൃത്യമായ കാര്യം പറയാന്ന്. ഞാൻ പറയാന്ന്,
കേരളത്തിലെ ഈ പറയുന്ന സ്ഥലമെടുപ്പിൻ്റെ പണം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം വമ്പിച്ചതാണെന്നുള്ളതുകൊണ്ട് കേന്ദ്രം വിഹിതമെടുക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന നിലപാടെടുത്തു NH അതോറിറ്റി. NH എടുത്തിരിക്കുന്ന നിലപാടത്. കേരളത്തിൽ ആലോചിച്ചു ഇത് ഒരു പ്രവൃത്തി നടക്കാതിരിക്കണോ അല്ലെങ്കിൽ കാശ് കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം വികസനം നടക്കണമല്ലോ. കേരളത്തിൽ ആ നിലയ്ക്കുള്ള അധിക ഭാരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് താങ്കൾ പറയുന്ന ഒരു കാര്യം. കേരളത്തിന് ആ നിലയ്ക്ക് കൂടിയുള്ള അധിക ഭാരം സാമ്പത്തികമായി ഉണ്ടായിട്ടുണ്ട്. ശ്രീ അനിൽ ബോസ് നോക്കൂ, ഇന്ന് നിങ്ങളൊരു ബ്ലാക്ക് പേപ്പർ പുറത്തിറക്കിയിട്ടുള്ള ദിവസമാണ്. കാരണം ഈ കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ കുഴപ്പം, ഈ ഗവേണൻസിലുണ്ടായിട്ടുള്ള കുഴപ്പങ്ങൾ, അത് ഫെഡറലിസത്തിനുണ്ടാക്കുന്ന പരിക്ക്, വിവേചനം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു ബ്ലാക്ക് പേപ്പർ പുറത്തിറക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു പേപ്പർ പുറത്തിറക്കി നിൽക്കുന്ന സമയത്ത് ഇത്തരമൊരു ജെനുവിൻ കോസിന് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിൽ നിങ്ങളില്ല എന്നത് ഒരു വൈരുദ്ധ്യമല്ലേ ശ്രീ അനിൽ ബോസ്? ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് CPM-ൻ്റെ പ്രതിനിധി പറഞ്ഞു നികുതി വരുമാനം കൂടി, തനത് വരുമാനം കൂടി. അദ്ദേഹം ഈ പറയുന്നതെല്ലാം കേട്ടപ്പോൾ ഞാൻ ധരിച്ചു വച്ചത് ഈ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ട് സ്കൂളിലെ ഉച്ചക്കഞ്ഞി കൊടുക്കുന്നില്ല, അതിനാവശ്യമായ സംവിധാനം ഉണ്ടാക്കുന്നില്ല, പ്രഥമാധ്യാപകരുടെ കയ്യിൽ നിന്ന് അവർ പണം ഉണ്ടാക്കി ഇത് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പ്രകാശ് മാസ്റ്റർക്ക് എന്താ പറയാനുള്ളത്? പറയണ്ടേ? 6 മാസക്കാലമായി ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഭയങ്കരമായ സാമ്പത്തിക വരുമാനം, വളരെ കൃത്യമായ അഡ്മിനിസ്ട്രേഷൻ, നികുതി പിരിക്കുന്നതിൽ ഞങ്ങൾ മുന്നിൽ, ഞങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പണവരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ കേരള സംസ്ഥാനം പുരോഗതിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുന്നെങ്കിൽ ക്ഷേമ പെൻഷൻ നിങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അവരുടെ DA എന്തുകൊണ്ട് വർദ്ധിപ്പിക്കുന്നില്ല? എത്ര കാലമായി ഉദ്യോഗസ്ഥന്മാർ സമരത്തിലാണ്? നിങ്ങളെ അനുകൂലിക്കുന്ന NGO യൂണിയൻ പോലുള്ള സംഘടനകൾ നിശബ്ദമാകുന്നുണ്ടാവും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിലെ ജീവനക്കാർ നേരിടുന്ന, പെൻഷൻ ഗുണഭോക്താക്കൾ നേരിടുന്ന, സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? നിങ്ങൾ ഈ നാട്ടിൽ വരുമാനവും കെടുകാര്യസ്ഥതയില്ലാത്ത ഭരണമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നതെങ്കിൽ പാവപ്പെട്ട ആളുകൾ സമീപിക്കുന്ന സപ്ലൈകോയിൽ 13 സബ്സിഡി ഇനങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ മല്ലി അല്ലാതെ വല്ലതും കൊടുക്കാനുണ്ടോ? എന്തുകൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല? സപ്ലൈകോയ്ക്കുള്ള 1000 കോടി രൂപ കുടിശ്ശികയുണ്ടെങ്കിൽ അത് നെൽകർഷകർക്ക് ഉൾപ്പെടെ പണം കൊടുക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? പറയണ്ടേ നിങ്ങൾ? അപ്പം നിങ്ങളുടെ കെടുകാര്യസ്ഥത ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ആ കെടുകാര്യസ്ഥത ഉള്ള വ്യക്തികൾ നടത്തുന്ന സമരങ്ങളോട് നിങ്ങളുടെ പിടിപ്പുകേടിനൊപ്പം നിൽക്കാൻ ഞങ്ങളില്ല. അതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. എന്നാൽ അതിനർത്ഥം കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ സമരത്തിലില്ല എന്നല്ല. കേരളത്തിലും കേന്ദ്രത്തിലും ദേശീയ തലത്തിൽ ഇപ്പോഴും ശ്രീ രാഹുൽ ഗാന്ധി പൊതുനിരത്തിൽ സമരത്തിലാണ്. അത് കേന്ദ്ര സർക്കാരിനെതിരെയാണ്, BJP-യുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെയാണ് ഞങ്ങൾ സന്ധിയില്ല പോരാട്ടം നടത്തുന്നത്. അപ്പോൾ ഈ പോരാട്ടം നടത്തുമ്പോൾ ആ സന്ദർഭത്തിലൊക്കെ മാറി നിൽക്കുക, നിശബ്ദത പാലിക്കുക, എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ പേടിച്ച് അടയിരിക്കുക, എന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ 4 ദിവസം ബാക്കി നിൽക്കുമ്പോൾ സമരം നടത്തി പുതിയൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അതിന് കുടപിടിക്കാൻ ഞങ്ങളെ കിട്ടത്തില്ല. പച്ചക്കങ്ങ് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് സമയമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് കേന്ദ്ര സർക്കാർ ഞങ്ങൾ തമ്മിലാണ് ഫൈറ്റ് എന്ന് കാണിക്കാൻ CPM ആസൂത്രിതമായ ഒരു സ്റ്റേജ് ആണെന്നൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ആരോപിക്കാൻ നിങ്ങൾക്ക്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് കർണാടകം സമരം ചെയ്യുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കൊരു ഓൺ പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തുകൂടെ ശ്രീ അനിൽ ബോസ്? നിങ്ങളെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പ് സമയമാണല്ലോ ഇത്. അപ്പോൾ മോദി സർക്കാർ സ്വീകരിക്കുന്ന സമഗ്രാധിപത്യ സമീപനത്തിനെതിരെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് പിണറായി വിജയൻ്റെ കൂടെ പോയി നിൽക്കണ്ട, ഒറ്റയ്ക്കെങ്കിലും. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ ഗവൺമെൻറ് ആദ്യമായിട്ടാണ് ഒരു സമ്മേളനത്തിന് ഇറങ്ങുന്നത്. സമരം എന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ മതി. ഒരു സമ്മേളനം നടത്തുന്നത് നിങ്ങളത് മനസ്സിലാക്കിക്കോ. പക്ഷെ ഞങ്ങൾ തുടർച്ചയായ സമരത്തിലാണെന്നേ. പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും ഞങ്ങൾ സമരത്തിലാണ്. എന്തിനാണ് രാഹുൽ ഗാന്ധിയെ സസ്പെൻഡ് ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെൻറ് നിലപാടെടുത്തോണ്ടല്ലേ. ഈ പാർലമെൻറ്റിലെ അംഗങ്ങളെ മുഴുവൻ വ്യത്യസ്തമായിട്ടുള്ള പാർട്ടികളിലെ ആളുകളെ സസ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങൾ പോരാട്ടം നടത്തുന്നതുകൊണ്ടല്ലേ? നിങ്ങൾ പറ. ഞങ്ങൾ പോരാട്ടം നടത്തുന്നതുകൊണ്ടാണ്. നരേന്ദ്രമോദിയെ കേന്ദ്ര ഗവൺമെൻറ് ചലഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് പ്രതിപക്ഷത്തെ MP-മാരെ ചോദ്യം ചോദിക്കാനുള്ള അവസരം പോലും നിഷേധിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നത്. ആ സസ്പെൻഷൻ നിങ്ങൾ കാണാതെ പോകുന്നു. അപ്പോഴൊക്കെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാടെന്താ? കേരളത്തിലെ മുഖ്യമന്ത്രി ഏത് കാര്യത്തിലാണ് പ്രധാനമന്ത്രി വിമർശിച്ചിട്ടുള്ളത്? അനിയൻ ബാവ ചേട്ടൻ ബാവ ലൈനിലല്ലാതെ ഇദ്ദേഹം എന്നാ പോയിട്ടുള്ളത്? അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ പിടിച്ചേൽക്കാൻ കഴിയില്ല എന്ന നിലയിൽ ഒരു നാടകം കളിക്കുമ്പോൾ അതിനെന്തായാലും കേരളത്തിലെ പ്രതിപക്ഷം നിന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ കർണാടകയിലെ സമരം പറഞ്ഞു. കർണാടകയിലെ സമരം സബ്ജക്റ്റ് ഓഫ് മാറ്റർ വേറെയാണ്. പലവിധ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം ഉയർത്തുന്ന ഫെഡറൽ സിസ്റ്റത്തിൻ്റെ വെല്ലുവിളി,
അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യൽ, അതുപോലെ തന്നെ ഇപ്പം തന്നെ നമ്മൾ കണ്ടു തൃശ്ശൂരിൽ കൊണ്ടുവന്ന് ഭാരത് അരി, ഭാരത് ആട്ട, ഭാരത് പരിപ്പ്, കേരളയിൽ K-ഫോൺ എന്ന് പറയുന്ന പോലെ വേറൊരു തട്ടിപ്പ്. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ 120 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പുതിയ കണക്ക് വന്നാൽ 140 150 ആകാനിരിക്കുന്ന സ്ഥലത്ത് 2000 ഔട്ട്ലെറ്റുകൾ തുടങ്ങി 25 രൂപയ്ക്ക് അരി കൊടുക്കുന്നതിന് എത്ര പേർക്ക് കൊടുക്കും? ആരാണ് മോണിറ്റർ ചെയ്യുന്നത്? എവിടെയാണ്? പൊതുനിരത്തിൽ കൊണ്ടാണോ ഒരു കേന്ദ്ര ഗവൺമെൻറ് വഴിയിൽ ലോറിയിൽ വഴിയോര കച്ചവടക്കാരൻ പോകുന്ന പോലെയാണോ പോകേണ്ടത്? അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ BJP ചെയ്യുന്നത് വേറൊരു തലത്തിൽ പിണറായി വിജയൻ ചെയ്യുമ്പോൾ അതിന് കുടപിടിക്കേണ്ട കാര്യം കേരളത്തെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് നോക്കിയാൽ ഇങ്ങനെയൊക്കെയാണ് പോകാൻ പോകുന്നതെങ്കിൽ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുകൊടുത്ത സാങ്കേതിക രേഖകൾ വായിച്ചു നോക്കിയിട്ടാണ് സുപ്രീം കോടതി വിധി പറയാൻ പോകുന്നതെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പിന്നീട് അങ്ങോട്ട് മഹാകഷ്ടമാണ്. നമ്മൾ എങ്ങനെ അതിജീവിക്കും? ഇത് ഈ കേന്ദ്രവും സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇരുമ്പ് മതിൽ കൊണ്ട് മറച്ചിരിക്കുന്ന രണ്ട് പ്രദേശങ്ങളാണ് എന്ന രീതിയിലുള്ളൊരു കാഴ്ചപ്പാട് നമ്മൾ മാറ്റണം. ഇപ്പോൾ ഈ കേന്ദ്രം ശരിയാണ്, കുറേ വിഭവങ്ങൾ കേന്ദ്രം കൂടുതൽ എടുക്കുന്നുണ്ട്, ഞാനത് അംഗീകരിച്ചു. ഇപ്പോൾ ഉദാഹരണമായിട്ട് സെസ്സുകളും സർചാർജുകളും വഴിയായിട്ട് കേന്ദ്രം കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കുന്നുണ്ട്. അത് സംസ്ഥാനങ്ങൾക്ക് കൂടെ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിന് ഒരുപക്ഷെ ഒരു 6000 കോടി കൂടെ കൂടുതൽ കിട്ടും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഏകദേശം 50,000 കോടി രൂപയാണ് കേരളത്തിന് പല മേഖലകളിലായിട്ട് കൊടുക്കാനുള്ള, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും നമ്മുടെ ഈ സാധാരണക്കാരുടെ പെൻഷനും സപ്ലൈകോയ്ക്കും അടക്കം നെൽകർഷകർക്കും അടക്കം കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് ഈ 6000 കോടി രൂപയോ അല്ലെങ്കിൽ ഒരു 15,000 കോടി രൂപ കൂടെ കടമെടുക്കാൻ ഒത്താൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നൊക്കെ പറയുന്നത് യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത വാദങ്ങളാണ്. ഇവിടെ എന്താണ് വേണ്ടത്? കേരളം ജനങ്ങളോട്, കേരളത്തിലെ സർക്കാർ ജനങ്ങളോട് തുറന്ന് പറയണം, നമുക്കിങ്ങനെ പോകാൻ ഒക്കുകയില്ല, നമ്മൾ പൊതുവിഭവങ്ങൾ സമാഹരിക്കാൻ നമുക്ക് കഴിയണം. ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് കേരളം. ഏതിൽ? പ്രതിശീർഷ ഉപഭോഗത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ നമ്മൾ സമാഹരിക്കുന്ന വിഭവങ്ങൾ എവിടെ നിന്നാണ്? 61% വരുന്ന വിഭവങ്ങൾ സമാഹരിക്കുന്നത് മദ്യം, ഭാഗ്യക്കുറി, പെട്രോൾ, മോട്ടോർ വാഹനങ്ങൾ, ഇവയൊന്നും കാര്യമായ നികുതി വെട്ടിപ്പില്ലാത്ത മേഖലകളാണ്. അപ്പോൾ കേന്ദ്രവുമായിട്ടുള്ള സമരവും സംവാദങ്ങളും ഒക്കെ തുടരാം. അതോടൊപ്പം തന്നെ കേരളത്തിനൊരു പ്ലാൻ ബി ഉണ്ടാവണം. അത് പൊതുവിഭവങ്ങൾ സമാഹരിച്ച് ചെലവുകൾ ചുരുക്കാനുള്ള പൊതുവിഭവങ്ങളുടെ സമാഹരണത്തിൽ നിലവിൽ സ്വീകരിക്കുന്ന നയസമീപനം തിരുത്തുന്ന കാര്യത്തിൽ ഒക്കെ വേറെ ആലോചന കൂടി വേണം, അതിന്റെ പ്ലാൻ ബി വേണം എന്നാണ്. അല്ല, ശ്രീ പ്രിന്റു മഹാദേവ്, ഇന്നത്തെ ഇത്ര അധികം ലീഡേഴ്സ് പങ്കെടുത്ത ഒരു സമരത്തെക്കുറിച്ച് സീരിയസ് ആയ ഒരു പരിഗണനയും കൊടുക്കേണ്ടതില്ല എന്നതായിരിക്കുമോ കേന്ദ്ര സർക്കാരിന്റെ സമീപനം, ബോധ്യം? കേന്ദ്ര സർക്കാരിന്റെ സമീപനം അത് തന്നെയാണ് സാർ. അതിനകത്ത് പങ്കെടുത്ത് ഞാൻ പറഞ്ഞല്ലോ, പഞ്ചാബിന്റെ അവസ്ഥ. നേരത്തെ GSTP-യിൽ കേരളത്തിന്റെ സ്ഥാനം സാർ കടം മേടിച്ചതിന്റെ 5ാം സ്ഥാനത്താണെങ്കിൽ പഞ്ചാബിന്റെ 2ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ ഈ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം നമ്മുടെ പ്രകാശൻ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ആഗോള ഇൻഡെക്സിലൊക്കെ കേരളം വലിയ മുന്നേറ്റത്തിലാണെന്ന്. സാർ, അതിനൊരു കാരണമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും പൂർവ്വികർ ഗൾഫിലെ മലനാരണ്യങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ ഒഴുക്കിയിട്ടുള്ള പണം, ഒരു 60 വർഷമായിട്ട് കേരളത്തിൽ ഒഴുക്കുന്ന പണം, ആ പണമാണ് ഇവിടെ ആളോഹരി വരുമാനം കൂടിയത്. അല്ലാതെ കേന്ദ്ര സർക്കാർ ഇവിടെ പറഞ്ഞ UDF LDF ഭരിച്ചതുകൊണ്ടുമല്ല. പിന്നെ നേരത്തെ അവിടെ നടത്തിയിട്ടുള്ള സമരാഭാസം ഇവിടെ സത്യത്തിൽ സർക്കാർ എത്തിയിട്ടുള്ള വലിയൊരു പ്രതിസന്ധിയുണ്ട്. കർഷകർ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നു, ഉച്ചക്കഞ്ഞി വിതരണം മുടങ്ങുന്നു, ഇവിടെ തൊഴിലുറപ്പുകാർക്ക് പണം ലഭിക്കുന്നില്ല, അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം 4 മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല. അടിസ്ഥാന ജനവിഭാഗത്തെ മറന്നുകൊണ്ട് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ സർക്കാർ എന്ന് പറയുന്ന ഇടതുപക്ഷം അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി യാതൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നില്ല. അപ്പൊ എല്ലാ അർത്ഥത്തിലും പരാജയമാണ്. കടം മേടിച്ച് ഇവിടുത്തെ 82% വരുന്ന സർക്കാർ ജീവനക്കാരെ തീറ്റിപ്പോറ്റുന്ന ഒരു സംവിധാനമാണ് UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ. അല്ലാതെ പ്രൊഡക്റ്റീവായിട്ട് കാർഷിക മേഖല, വ്യാവസായിക മേഖല, ഏത് മേഖലയിലാണ് കേരളത്തിന് വികാസമുള്ളത് സാർ? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, GST-യുടെ നികുതി വരുമാനമുണ്ടെന്ന്. ഈ നികുതി വരുമാനത്തിൽ കേരള സർക്കാരിന് എന്താ പങ്കുള്ളത്? ഈ GST പോരാടിയ ആളാണ് മാനേജ്മെന്റ് ആണ് കുഴപ്പങ്ങൾ കാരണം. അതിനപ്പുറം ഈ സമരത്തെ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വാദം BJP പാനലിസ്റ്റ് മുന്നോട്ട് വെക്കണം. എന്റെ സമയം അവസാനിച്ചു പോയി. എന്തായാലും ഇതിന്റെ തുടർച്ച എന്തായിരിക്കുമെന്നത് ഇന്ത്യ എന്തായാലും സീരിയസ് ആയി ഉറ്റുനോക്കുന്ന ഒരു സംഗതിയാണ്. താങ്ക് യു. പ്രിന്റു മഹാദേവ്, ഒപ്പം തന്നെ സ്വയം പ്രകാശൻ, ജോസ് സെബാസ്റ്റ്യൻ, അനിൽ ബോസ് ഈ ചർച്ചയിൽ പങ്കെടുത്തു.